ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്ന് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്രാക്ഡ് ചിക്കൻ്റെ റെസിപ്പി പരിചയപ്പെടാം. നല്ല ക്രിസ്പിയാണ് പുറമേ, ഉൾവശത്ത് നല്ല ജ്യൂസിയുമാണ്. ടേസ്റ്റ് ആണെങ്കിൽ ഒന്ന് പറയുക തന്നെ വേണം, അത്ര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഈ ക്രാക്ഡ് ചിക്കൻ റെസിപ്പി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്കിത് വീട്ടിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേവിച്ചെടുത്ത ചിക്കൻ, ഉപ്പും കുരുമുളകും, 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയിട്ട് വേവിച്ചെടുത്തതാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് വേണ്ടത് നമുക്ക് സവോളയാണ്. വലിയ സവോളയാണെങ്കിൽ പകുതി എടുത്താൽ മതി, ചെറുതാണെങ്കിൽ മുഴുവനായിട്ടും എടുക്കാം. ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നീട് ഇതിന് വേണ്ടത് മല്ലിയിലയാണ്. ഒരു പിടി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് പുഴുങ്ങിയെടുത്ത ഒരു ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളകും, 1/2 ടീസ്പൂൺ ഗരം മസാലയും, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി കിഴങ്ങ് പുഴുങ്ങിയപ്പോഴും അതുപോലെ തന്നെ ചിക്കനിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവേ. ഇനി ഒരു ബൗളിലേക്ക് നമ്മളിപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്ത ഈ ഒരു മിക്സ് ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒറിഗാനോ ആണ്. ഒറിഗാനോ ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ബോൾ പോലെ നമുക്കൊന്ന് കയ്യിൽ ഉരുട്ടിയെടുക്കുന്ന ഒരു പാകത്തിനാണ് ഇത് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതുപോലെ സമൂസ ഷീറ്റാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സമൂസ ഷീറ്റ് ഒരു 5 എണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണേ. ഇനിയുണ്ടല്ലോ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാവേ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കൈ ഒന്ന് വെള്ളം തൊട്ട് നനച്ച ശേഷം ഇതേപോലെ കുറച്ച് ഒരു ചപ്പാത്തി വലിപ്പത്തിലുള്ള ഉരുളകളാക്കി എടുത്തിട്ട് ഇതേപോലെ നീളത്തിലാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് റെഡിയാക്കാവേ. അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന സ്റ്റൈലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് എടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ഈ ഒരു ഷേപ്പിലും ആക്കി എടുക്കണേ. ഇനി നമുക്കിത് ഈ മുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാവേ. ഇനി ഇതിനെ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സമൂസയുടെ ഷീറ്റില്ലേ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാം ഒട്ടിപ്പിടിച്ചിരുന്നോളൂ അവിടെ. അപ്പോൾ ഇത് നല്ല ഷേപ്പാക്കി എടുക്കാനായിട്ട് നമുക്കിത് റോൾ ചെയ്തെടുത്ത ശേഷം ഉണ്ടല്ലോ കയ്യിൽ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ഷേപ്പിലിരിക്കും. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ബോൾ ഷേപ്പിലും ഒക്കെ തയ്യാറാക്കി എടുക്കാം. ഇനി ഇതൊന്ന് കയ്യെ വെച്ച് ഒന്നുകൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കാവേ. അപ്പോൾ കറക്റ്റായിട്ടെല്ലാം ഒട്ടിപ്പിടിച്ച് ഇരുന്നോളും. അപ്പോൾ ഇത് കറക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും നമ്മൾ അതേപോലെ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി എടുത്ത ശേഷം നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ പുറവശം ഇത് മുരിഞ്ഞു വരും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. വലുതായിട്ട് എണ്ണയൊന്നും വേണ്ട, കുറച്ച് എണ്ണയിൽ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല ഈസി ആയിട്ട് നമ്മളിവിടെ ക്രാക്ഡ് ചിക്കൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയാണ്. നമ്മൾ പപ്സൊക്കെ ഇല്ലേ എടുക്കുമ്പോൾ അതിൻ്റെ പുറമെ ഇരിക്കുകയില്ല, അതേപോലെയാണ് ഇതിൻ്റെ പുറവശം ഇരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഉൾവശമാണെങ്കിൽ നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കും. അപ്പോൾ ക്രാക്ഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു തവണയൊന്ന് തയ്യാറാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.